കോഴിക്കോട് മുക്കത്ത് 2 വർഷത്തിലധികമായി 60കാരന്റെ താമസം കക്കൂസ് മുറിയിലാണ്. മുക്കം നഗരസഭയിലെ തെച്ചിയാട് പറമ്പ് വീട്ടിൽ സദാനന്ദനാണ് താമസിച്ചിരുന്ന പഴയ ഷെഡ് പൊളിഞ്ഞതിന് ശേഷം 2 വർഷത്തിലധികമായി ശുചിമുറിയിൽ താമസിക്കുന്നത്. വീടില്ലാത്ത കക്കൂസിൽ താമസിക്കുന്ന ഇയാൾക്ക് നഗരസഭയുടെ നികുതി അടയ്ക്കണമെന്നൊരു നോട്ടീസ് കൂടി വന്നിരിക്കുകയാണിപ്പോൾ. പ്രതികരണമുണ്ട്, അതിനുശേഷം രതീഷിലേക്ക് പോകാം. അത് ആദ്യം പോയിട്ട് വീണായിട്ട് കൊണ്ടുപോയി ചെറുതാക്കി തന്ന് പിന്നെ പുതിയ കക്കോസ് അപ്പോൾ കടക്കല് ഇല്ല. ഒന്നിനടുക്ക കിടക്കുക, മണിക്ക് കിടക്കുക. ഇപ്പൊ കാലൊക്കെ മിഷൻ എടുത്തിട്ട് വേദനാകുക കാലൊക്കെ. രതീഷാണ് വിവരങ്ങളുമായിട്ടുള്ളത്. രതീഷ്, എന്തൊരു കഷ്ടമാണിത്. ഒരു വീട് പോകുന്നു, അതിനുശേഷം പിന്നീട് ശുചിമുറിയിൽ താമസിക്കുന്നു. ഇപ്പോൾ അതിനും നോട്ടീസ് വന്നിരിക്കുന്നു. എന്താ അവിടെ സംഭവിച്ച കാര്യങ്ങൾ? എന്താ നഗരസഭയുടെ നോട്ടീസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സേതു, ഏറെ സങ്കടകരമായ വാർത്തയാണ്, ദൃശ്യങ്ങളാണ്. നമ്മളെ പൊതുയിടങ്ങളിൽ നിന്നൊക്കെ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ കാണാതാകുന്നത് എന്താണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കൊക്കെ ഈ മനുഷ്യരെ കാണാൻ കഴിയാത്തത് എന്താണ് എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. കാരണം 15 വർഷത്തിലധികമായി ഇത്തരത്തിൽ ഈ തകർന്ന ഷെഡിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അതിനിടയ്ക്കാണ് ആ ഷെഡും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി അവശേഷിച്ചത് ഈ കക്കൂസ് മുറിയാണ്. ഈ മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വർഷങ്ങളായി ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഇദ്ദേഹത്തിന് മറ്റ് അടുത്ത ബന്ധുക്കളൊന്നും ഉണ്ടെങ്കിലും മറ്റ് കാര്യമായ സഹായങ്ങളില്ല. ഒറ്റപ്പെട്ടാണ് 10-20 വർഷമായി ഇദ്ദേഹം കഴിയുന്നത്. നാട്ടിൻപുറത്ത് ഈ തെങ്ങിലും മറ്റും ഓലയും മറ്റും വെട്ടി ജീവിക്കുന്ന ഒരു നാടൻ പണിക്കാരനായിരുന്നു. അതിനിടയ്ക്ക് തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്തായാലും ആരും ഇദ്ദേഹത്തെ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയില്ല. നിരവധി തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നാണ് ഏറ്റവും പ്രസക്തം. ഇവരാരും ഇദ്ദേഹത്തെ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ ഇത്തരം ആളുകളെ കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള സങ്കടം പറഞ്ഞറിയിക്കാൻ വയ്യ. അത് വലിയ വിമർശനാത്മകമായി തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പോൾ 2016 മുതൽ 25 വരെയുള്ള വീട്ടുനികുതി 906 രൂപ മുക്കം നഗരസഭ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ നോട്ടീസ് വന്നപ്പോഴാണ് ഇത് നാട്ടിൻപുറത്തുള്ള അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ കാണിക്കുന്നത്. അയാളാണ് ഈ ഞെട്ടിക്കുന്ന വിവരം. ഇദ്ദേഹം ഈ ഷെഡിൽ താമസിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത്. ചേട്ടൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പം അദ്ദേഹം ഇത് ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? തീർച്ചയായും ഇല്ല. ഇദ്ദേഹം വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ അപകടത്തിന് ശേഷം ഈ പല ആളുകളും സഹായിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിലവിൽ ഇദ്ദേഹം ഈ ഷെഡിൽ കഴിയുന്നു, വലിയ കുഴപ്പങ്ങളില്ലാതെ കഴിയുന്നു എന്നതാണ് നാട്ടിൻപുറത്തുകാരുടെയൊക്കെ തന്നെ വിശ്വാസമുണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് നിലവിൽ ഈ കക്കൂസ് മുറിയിലാണ് ഇദ്ദേഹം കഴിയുന്നത് എന്ന് അറിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമാണ്. ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഇത്രയും പണം തനിക്ക് അടയ്ക്കാൻ കഴിയില്ല എന്ന ആശങ്കയുമായി ഒരു പൊതുപ്രവർത്തകനെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം പോലും ഇത് അറിയുന്നത്. താൻ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കക്കൂസ് മുറിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആശ്ചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി ഈ വീട് കാണുകയായിരുന്നു. അങ്ങനെയാണ് പ്രാദേശികമായ നമ്മുടെ അവിടുത്തെ പ്രാദേശിക പ്രതിനിധി ഉൾപ്പെടെ പോയി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് വളരെ ദയനീയമായ ഇദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം മനസ്സിലാക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കാര്യമായ രീതിയിൽ ഇദ്ദേഹത്തെ ഒന്നും അങ്ങനെ നോക്കാത്ത സാഹചര്യമുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 15 സെന്റ് സ്ഥലമാണുള്ളത്. മുമ്പ് വീടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വീട് നിർമ്മിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഒരു 10 വർഷം മുമ്പ് നാട്ടുകാരുടെ മുൻകൈയിൽ നടന്നിരുന്നെങ്കിലും ഒരു തറയിൽ മാത്രം അത് ഒതുങ്ങുകയായിരുന്നു. പിന്നീട് ആരും കാര്യമായി അത് മുന്നോട്ട് പോയില്ല. ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു ഷെഡിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ
ആ സാഹചര്യം കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ആ ഷെഡും കനത്ത മഴയിലൊക്കെ തന്നെ ഈ വർഷങ്ങൾക്കിടയിൽ തകരുന്നു. ശേഷിക്കുന്ന ഈ കെട്ടിടം സുരക്ഷിതമായ കെട്ടിടം എന്ന നിലയിൽ തന്നെയാണ് ഇദ്ദേഹം ആ കക്കൂസ് മുറിയിൽ ജീവിതം ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം, വലിയ സങ്കടം, വലിയ വിമർശനമൊക്കെ തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. എന്തായാലും ബന്ധപ്പെട്ട ഔദ്യോഗികമായി മുക്കം നഗരസഭ നമുക്ക് ഈ അങ്ങനെ തന്നെ ഇപ്പം അധികൃതരോട് പറയാം. കാരണം ഇത് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും കഷ്ട അവസ്ഥയാണ്, നമുക്ക് സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. ഒരു വയോധികനായ ഒരു മനുഷ്യൻ, ഇത്രയും പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഒരു ഷെഡിൽ താമസിച്ചിരുന്നു, ഷെഡ് പൊളിഞ്ഞുപോയി, ഇപ്പം ഒരു കക്കൂസ് മുറിയിലാണ് താമസിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കണ്ടതല്ലേ, ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അത് എങ്ങനെയാണ് ഒരാൾക്ക് താമസിക്കാൻ പറ്റുക, അവിടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം, ചേർത്ത് പിടിക്കണം. നമ്മളുടെയൊക്കെയും വീട്ടിലുണ്ടല്ലോ പ്രായമായ മനുഷ്യരൊക്കെ, അപ്പം അവർക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം മാത്രമല്ല, കരുണയുള്ള കേരളമാണ്, കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം ആ മനുഷ്യനിലേക്ക് എത്തുമെന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ്. കോഴിക്കോടാണ്, കോഴിക്കോട് മുക്കത്താണ് ഈ ഒത്തിരി 2 വർഷത്തിലധികമായിട്ട് ഈ സദാനന്ദൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ കക്കൂസ് മുറിയിൽ താമസിക്കുന്നത്.